സോണിയാഗാന്ധി പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ അധ്യക്ഷയുമായ മമതാ ബാനർജിയെ കോൺഗ്രസിലേക്ക് വിളിച്ചിട്ടില്ല. ആ വാർത്ത പൂർണ്ണമായും തെറ്റാണ്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി വാർത്ത നിഷേധിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. ചർച്ചകൾ, അതായത് ഇരു നേതാക്കളും തമ്മിൽ ചർച്ചകൾ നടന്നു എന്നത് ശരിയാണ്. എന്നാൽ അത് വ്യക്തിപരമായ വിഷയങ്ങളിലടക്കം ചർച്ച ചെയ്ത ഒരു സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്നതാണ് ജയറാം രമേശ് നൽകുന്ന വിശദീകരണം. സോണിയെ അവർ കണ്ടു. BJPക്കെതിരെ പ്രതിപക്ഷ കക്ഷികളുടെ ഏകോപനം ശക്തമാക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. മാത്രമല്ല 2021 ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ മമതയാകട്ടെ ഇത്തരത്തിൽ ജൻപത്തിലേക്ക് എത്തുന്നത്. മമതാ ബാനർജി സോണിയാഗാന്ധിയെ കണ്ടത് ഏറെ അഭ്യൂഹങ്ങൾക്ക് ഇടവെച്ചതിന് ശേഷമാണ് ഇത്തരമൊരു വിശദീകരണം പുറത്തു വരുന്നത്. മമതയെ സോണിയ കോൺഗ്രസിലേക്ക് തിരികെ വരാൻ ക്ഷണിച്ചുവെന്നും വാർത്തകൾ ഏറെ പ്രചരിച്ചിരുന്നു. ഇതോടെയാണ് വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് ജയറാം രമേശ് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല തൃണമൂലിൽ നിന്നും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് നടക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് എന്നതും കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ ശക്തമാക്കാൻ ഇടയാക്കിയത്. മാത്രമല്ല മമത ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ്. ആ പ്രതിസന്ധികളെ എങ്ങനെ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ അത്തരമൊരു രീതി മമത എങ്ങനെ തരണം ചെയ്യുമെന്നത് ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറുകയാണ്. പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായിരിക്കെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ മമതയ്ക്ക് കൂടുതൽ പ്രയാസകരമായിരിക്കുമെന്ന പ്രചരണം പോലും ശക്തമായിരിക്കുകയാണ്. മാത്രമല്ല മമതയെ ഇപ്പോൾ ബംഗാളിലെ ജനത പോലും അവിടെ മതിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം BJPക്കെതിരെ പ്രതിപക്ഷ കക്ഷികളുടെ ഏകോപനം ശക്തമാക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ ഈ കൂടിക്കാഴ്ച ഉണ്ടാവുകയും TMC കോൺഗ്രസിൽ ലയിക്കണമെന്ന നിർദ്ദേശം അതായത് ഇത്തരത്തിലൊരു നിർദ്ദേശം ഉയരുന്നതിനിടയിലുള്ള മമതയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്ത് എന്നതും ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ മമതയും TMCയും തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ കനത്ത തിരിച്ചടിയായിരുന്നു മമത ബംഗാളിൽ നേരിട്ടത്. തൃണമൂലിൽ നിന്നും രാജിവെച്ച MPമാരും MLAമാരും കൂറുമാറി BJP പാളയത്തിൽ ചേക്കേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദിവസങ്ങളായി തന്നെ കാണുന്നതും. ഇതിൽ നിന്ന് രക്ഷ എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ നിൽക്കുന്ന മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിന് മുന്നിൽ പലരും വെക്കുന്ന ഉത്തരം കോൺഗ്രസിൽ ലയിക്കുക എന്നതാണ്. BJP നീക്കം പൊളിക്കാൻ തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കണമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് അടക്കം പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഇത്തരത്തിലുള്ള പരസ്യ ആരോപണങ്ങൾ അല്ലെങ്കിൽ പരസ്യ പ്രസ്താവനകൾ നടക്കുന്നതിനിടയിൽ പോലും തൃണമൂലിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിന് യാതൊരുവിധ തരത്തിലുമുള്ള അന്ത്യവും ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് തൃണമൂൽ കോൺഗ്രസിൽ മമതയെ കൈയൊഴിഞ്ഞുകൊണ്ട് 2 വനിതാ നേതാക്കൾ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ദീദി ജയിച്ചാൽ അവിടെ, അതായത് മമത ജയിച്ചാൽ അവിടെ ബംഗാൾ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മമതയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായി തന്നെ അറിയപ്പെട്ടിരുന്ന MP ആയ സയോണി ഘോഷ് ആകട്ടെ കഴിഞ്ഞ ദിവസം വിമത MPമാരുടെ സംഘത്തിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ മാല റോയും വിമത പാർട്ടിയിലേക്ക് ചേക്കേറിയതായി തന്നെയാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ 20 വിമത MPമാരുടെ പട്ടികയിൽ സയോണി ഘോഷിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജാദവ്പൂർ MP ആയ സയോണി ഘോഷ് ഇതുവരെ പരസ്യമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് വിട്ട ലോക്സഭാ അംഗങ്ങൾ ആരെല്ലാം എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നതിനിടയിലാണ് ഇത്തരം ഒരു വാർത്ത പുറത്തു വരുന്നത്. 20 പേർ ഒപ്പമുണ്ട് എന്നും പ്രത്യേക ബ്ലോക്കായി തന്നെ ഇരിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പിളർന്ന പക്ഷത്തെ നേതാവ് കലോക്കി ഘോഷും അതുപോലെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയത്. എന്നാൽ ഇത് ആരൊക്കെ എന്ന് വ്യക്തമായിരുന്നില്ല എന്നും ഘോഷ് ദാസ്തുറുമായി തന്നെ ചർച്ച നടത്തിയെന്നും വിമതരെ പിന്തുണയ്ക്കുന്ന രേഖകളിൽ ഒപ്പുവെച്ചുവെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മമതാ ബാനർജിയുടെ മറ്റൊരു വിശ്വസ്തയും MPയുമായ മാല റോയിയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിക്കൊണ്ട് വിമത ക്യാമ്പിൽ ചേർന്നതായി തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ കൂറുമാറ്റ നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾ മറികടക്കാൻ ആവശ്യമായ എണ്ണം MPമാർ വിമതപക്ഷത്ത് ഇല്ല എന്നതാണ് മമതയ്ക്കൊപ്പമുള്ള MPമാർ പറയുന്നത്. ലോക്സഭയിൽ 28 അംഗങ്ങളാണ് ഇപ്പോൾ തൃണമൂലിന് മാത്രമായി തന്നെ ഉള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.